ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ പകുതി കാര്യങ്ങൾ പഠിച്ചിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഇംഗ്ലീഷ് words are divided into 8 categories. Names of those categories are called as parts of speech. ഇംഗ്ലീഷിൽ നമ്മളൊരു വാക്ക് ഉപയോഗിച്ചാൽ ഐ ആം എ ബോയ്, ഐ ഒരു വാക്ക്, ആം ഒരു വാക്ക്, എ ഒരു വാക്ക്, ബോയ് ഒരു വാക്ക്. ഐ ആം എ ബോയ്. ഇപ്പം ഐ ആം എ ബോയ്, ഐ ഒരു വാക്ക്, ആം ഒരു വാക്ക്, എ ഒരു വാക്ക്, ബോയ് ഒരു വാക്ക്. 4 വാക്കുണ്ട് ഐ ആം എ ബോയ്. ഐ ഒരു കൂട്ടത്തിൽപ്പെടും, ആം വേറൊരു കൂട്ടത്തിൽപ്പെടും, എ വേറൊരു കൂട്ടത്തിൽപ്പെടും, ബോയ് വേറൊരു കൂട്ടത്തിൽപ്പെടും. അപ്പോൾ ഈ കൂട്ടങ്ങൾ ഓരോ വാക്കും ഏതൊക്കെ കൂട്ടങ്ങളാണ് എന്നറിഞ്ഞിട്ട് വേണം ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം നമ്മൾ തീരുമാനിക്കാൻ. ഈ കൂട്ടങ്ങളുടെ പേരാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു എക്സാമ്പിൾ, രാജു ഡ്രൈവറിൻ്റെ പണിയെടുത്താൽ ഡ്രൈവർ രാജു, ടീച്ചറിൻ്റെ പണിയെടുത്താൽ ടീച്ചർ രാജു, ടൈലറിൻ്റെ പണിയെടുത്താൽ ടൈലർ രാജു. എല്ലാം രാജുവാണ്, പക്ഷെ അതിനകത്ത് ഇങ്ങനെ മാറ്റം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥവും മാറും. പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ അർത്ഥം തീരുമാനിക്കാൻ. നമുക്ക് നോക്കാം പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണം ഏതൊക്കെയാണെന്ന്. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് നൗൺ ആണ്. ദാറ്റ് ഈസ് എ നെയിമിംഗ് വേർഡ്. ദാറ്റ് മേ ബി ദ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് particular idea. These are called as noun. Raju, Peravur, chair, socialism, communism, these are coming from the category noun. That is a name. Then comes pronoun, a word that adds something to the meaning of a noun. Boy is a noun. Smart boy. Here the word smart is an adjective. Smart is an adjective. Smart ഒരു adjective ആയിട്ട് വരും. Pronoun, നൗണിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കാണ് pronoun. ഇപ്പോൾ സ്മാർട്ട് എന്നത് adjective എന്ന ഗ്രൂപ്പിലാണ് വരിക. pronoun എന്ന് പറയുന്നത് നൗണിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇപ്പോൾ രാജു അവന് പകരമായി ഹി ഉപയോഗിക്കാം, റാണി ഷീ ഉപയോഗിക്കാം, അത് ഇതൊക്കെ പ്രൊനൗണുകളാണ്. അവൻ, അവൾ, അവർ, അത്, ഇവ, ഇത്, ഇതൊക്കെ പ്രൊനൗണുകളാണ്. A word that used instead of a noun is called as pronoun. What is a pronoun? A word used instead of a noun is called a pronoun. പ്രധാനപ്പെട്ട പ്രൊനൗണുകൾ ഏതൊക്കെയാ? ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ, അവൻ, അവൾ, അവർ, അത്, അവ, ഇത്, ഇവ. ഇതാണ് പ്രധാനപ്പെട്ട പ്രൊനൗൺ കൂട്ടത്തിൽ പെടുക. Then comes adjective. Adjective ഒരു നൗണിനെ ഇംപ്രസ് ചെയ്യുന്ന വാക്കാണ്. നൗണിനെ ഒന്നെങ്കിൽ ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇപ്പോൾ ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാനോ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്ന വാക്കാണ്. ഞാൻ ഒരു സ്മാർട്ട് ബോയ്, ഇവിടെ സ്മാർട്ട് എന്ന വാക്ക് ബോയിനെ ക്വാളിഫൈ ചെയ്തതാണ്. ബാഡ് ഗേൾ, ഇവിടെ ബാഡ് എന്ന വാക്ക് ഗേളിനെ ഡിസ്ക്വാളിഫൈ ചെയ്തതാണ്. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യാനോ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ എ ലോങ് സ്റ്റിക്ക്, ലോങ് സ്റ്റിക്ക്. ഇവിടെ ലോങ് എന്ന വേർഡിന്
സ്റ്റിക്കിനോട് ചേർന്നിട്ടാണ് മീനിങ് ഉണ്ടാകുന്നത്. ദാറ്റ് ഇസ് നോട്ട് എ ക്വാളിഫയിങ് വേർഡ് ഓർ ഡിസ്ക്വാളിഫയിങ് വേർഡ്. ദാറ്റ് ഇസ് സംതിങ് ആഡഡ് ടു ദി നൗൺ. A word something added to the meaning of a noun is called an adjective. നീളമുള്ള വടി, നീളമുള്ള എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്ന വടിയോട് ചേരുമ്പോഴാണ്. അതാണ് adjective. Then comes, ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. Now verb. Verb is an action word. നടക്കുക, ഓടുക, കാണുക, ചിരിക്കുക, കുളിക്കുക, അലക്കുക, തേക്കുക, ഇതൊക്കെ ആക്ഷനാണ്. What is verb? Verb is an action word. Read, come, going, coming, touching, laughed. These are all comes from the category verb. Verb എന്നാൽ മനസ്സിലല്ലേ? What is meant by verb? That is an action word. Then comes adverb. Adverb is a word that adds something to the meaning of a verb. Read. ഇത് ഒരു verb ആണ്. That is an action word. Slow read. Fast read. Slowly read. പതുക്കെ വായന. Fast read. വേഗത്തിലുള്ള വായന. ഇതാ ഇവിടെ സ്ലോയും ഫാസ്റ്റും ഒക്കെ ആഡ്വേർബ് ആണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആഡ്വേർബ് കഴിഞ്ഞിട്ടേ വേർബ് വരും. എന്നാൽ ഇവിടെ നോക്കിയേ, സ്ലോ റീഡ്, പതുക്കെ വായന. റീഡ് സ്ലോലി, കം ഫാസ്റ്റ്ലി, സ്ലീപ്പ്. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സ്ലീപ്പിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഒരു വേർബിന്റെ അർത്ഥത്തിനെ മോഡിഫൈ ചെയ്യുന്നത് ആഡ്വേർബ് ആണ്. വെരി, ഫാസ്റ്റ്, സ്ലോ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആഡ്വേർബിന്റെ കൂട്ടത്തിൽ പെടും. അതായത് വേർബിന്റെ കൂട്ടത്തിൽ അർത്ഥം വരുന്നതൊക്കെ ആഡ്വേർബ്, നൗണിന്റെ കൂട്ടത്തിൽ അർത്ഥം വരുന്നതൊക്കെ adjective. Okay, then comes preposition. Preposition എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിനകത്ത് ഒന്നിലധികം നൗണുകൾ ഉണ്ടെങ്കിൽ ആ നൗണുകളെ പരസ്പരം ബന്ധിക്കുന്നു. The cat is on the table. ഇവിടെ ഈ സെന്റൻസിനകത്ത് ഞാൻ രണ്ട് നൗണുകളെ പരിചയപ്പെടുത്തി. കാറ്റ്, then table. The relation between cat and table is on, in, on, at, off, from, under, above, below. ഇതൊക്കെ പ്രിപ്പോസിഷൻ എന്ന കാറ്റഗറിയിൽ പെടും. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൗണിനെ മറ്റൊരു നൗണിനോടുള്ള ബന്ധത്തിനെ കാണിക്കുന്ന വാക്ക്. പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻ നമ്മൾ ഓർക്കേണ്ട വാക്കുകൾ ഇൻ, ഓൺ, എറ്റ്, ഓഫ്, ഫ്രം, ടു, എബവ്, ബിലോ, അണ്ടർ, ഇൻ. ഈ വാക്കുകളൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രൈമറി വേർഡ്സ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണം. ഇൻ, on, above, below, at, from, to. ഈ വാക്കുകളാണ് നിങ്ങൾ കാര്യമായി ഓർത്തിരിക്കേണ്ട വാക്കുകൾ. നമ്മൾ ചെറിയ സ്റ്റാൻഡേർഡുകളിൽ 5th 6th ക്ലാസ്സുകളിലൊക്കെ ഗ്രാമറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണത്. ഓക്കെ, നമുക്ക് then come to conjunction. Conjunction is a word used to combine words or sentences. വേർഡ്സിനെയോ സെന്റൻസിനെയോ കൂട്ടി കണക്ട് ചെയ്യാൻ ചില വാക്കുകൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് രാജുവും രാമുവും, രാജു ആൻഡ് രാമു. ഇവിടെ രാജുവിനെയും രാമുവിനെയും നമ്മൾ കൂട്ടിക്കലർത്തിയത് ആൻഡ് എന്ന വാക്കുകൊണ്ടാണ്.
Raju is a boy. Ramu is a boy. Raju and Ramu are boys. Here the word and comes from the category conjunction. ഇപ്പോൾ കൺജങ്ഷൻ എന്ന കാറ്റഗറിയിൽ വരുന്ന വാർഡാണ് ആൻഡ്. ബട്ട് ഉണ്ട്, ഓൾസോ ഉണ്ട്, ടില്ലുണ്ട്, ബിക്കോസ് ഉണ്ട്. ഇതൊക്കെ കൺജങ്ഷൻ എന്ന കാറ്റഗറിയിൽ പെടും. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിൽ അവസാനത്തെ സാധനമാണ് ഇന്റർജെക്ഷൻ. ഒന്ന് ഓർക്കണം, ഇത് കൺജങ്ഷൻ ആണ്. ഇത് ഇന്റർജങ്ഷൻ അല്ല, ഇന്റർജെക്ഷൻ ആണ്. എന്താണ് ഇന്റർജെക്ഷൻ? ദാറ്റ് ഇസ് നോട്ട് എ വേർഡ്. 1 to 7 category belongs to word, but 8th category is not, we can say, merely a word. That is an expression showing certain feeling. പെട്ടെന്ന് നമുക്ക് ഒരു ഫീലിംഗ് വരുമ്പോൾ, ഇപ്പോൾ പട്ടിക്കിട്ട് നിങ്ങളൊരു ഏറ് കൊടുത്തു, എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കൊടും. അങ്ങ്യാ എന്ന് പറയുന്ന ഒച്ച ഇന്റർജെക്ഷനിൽ പെടും. അയ്യോ എൻ്റെ അമ്മേ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന വാക്ക് അത് ഇന്റർജെക്ഷനിൽ പെടും. അത് പ്രത്യേക മീനിങ് ഒന്നുമില്ല, സൗണ്ടാണത്. ഒരു മാച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ ആ മാച്ചിലുണ്ട്. പെട്ടെന്ന് നമ്മൾ ഹോ വി വോണ്ട് ദ മാച്ച്, ഹോ എന്നുണ്ടാക്കി ഒച്ച, ദാറ്റ് ഈസ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ ഈസ് എൻ എക്സ്പ്രഷൻ ഷോയിങ് സഡൻ ഫീലിംഗ്. പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് ഒച്ചയായി പുറത്തേക്ക് വന്നാൽ ദാറ്റ് ഈസ് ഇന്റർജെക്ഷൻ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഇവിടെ ഓ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ഓ എന്ന വാക്ക് ഇന്റർജെക്ഷനിൽ പെടും. പിന്നെ ഇന്റർജെക്ഷൻ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാം, ഇന്റർജെക്ഷന് ശേഷം എപ്പോഴും എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാവും, ആശ്ചര്യചിഹ്നം ഉണ്ടാവും. അതില്ലാണ്ട് ഇന്റർജെക്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വേർഡിന് ശേഷം ഇന്റർജെക്ഷൻ ആണെങ്കിൽ നിർബന്ധമായും എക്സ്ക്ലമേഷൻ മാർക്കിൽ കാണും. എന്നാൽ എക്സ്ക്ലമേഷൻ മാർക്ക് കാണുന്ന എല്ലാം ഇന്റർജെക്ഷൻ ആയിരിക്കണമെന്നില്ല കേട്ടോ. പക്ഷെ ഇന്റർജെക്ഷൻ ആണെങ്കിൽ എക്സ്ക്ലമേഷൻ കാണും. അപ്പോൾ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഭാഗത്ത് ഈ 8 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ നോട്ട് എഴുതേണ്ടതാണ്. നോട്ട് ഞാൻ വാട്സപ്പിൽ വിട്ടു തരുമ്പോൾ എഴുതിയാൽ മതി. നാളെ നിങ്ങൾക്ക് നോട്ട് കിട്ടും, നാളെ നോട്ട് എഴുതിയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ്? നൗൺ എന്ന നാമം, പ്രൊനൗൺ എന്ന സർവനാമം, എഡ്ജക്റ്റീവ് എന്ന നാമവിശേഷണം, വേർബ് എന്ന ക്രിയ, ആഡ്വേർബ് എന്ന ക്രിയാവിശേഷണം, പ്രിപ്പൊസിഷൻ ഗതി, ഘടകം, വ്യാക്ഷേപകം. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്: നാമം, നാമവിശേഷണം, സർവനാമം, ക്രിയ, ക്രിയാവിശേഷണം, ഗതി, ഘടകം, വ്യാക്ഷേപകം. ഇതാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ചത്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണിത്. നാളെ ഞാൻ ഇതിന് നോട്ട് തരും. ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തരും. അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു പാരഗ്രാഫ് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിയാണ്.